നമ്മുടെ പെൺപൂരം ഇത്തവണ നമ്മൾ പെണ്ണുങ്ങളും പൂരത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ പെൺപൂരത്തിന് തുടക്കമിടുന്ന ഒരു കലാകാരി കൂടി നമുക്ക് പോകണം. അപ്പോൾ അതിനുശേഷം നമുക്ക് അലിയുടെ പാട്ടിലേക്ക് പോവാം. ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് ഹൃദയ എന്നാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് തൃശ്ശൂർ പൂരത്തിന് കുറങ്കുഴൽ വായിക്കാൻ വരുന്നത്. നാളെ ആ കുറങ്കുഴൽ നമുക്ക് കേൾക്കാം അല്ലേ? അതെ, നാളെ കേൾക്കാം. നാളെ ഒരു 9 മണിയോടുകൂടി നമ്മുടെ കാരമുക്ക് ഭഗവതി ഗരകപുരത്തിലാണ് ഞാൻ ഇപ്രാവശ്യം ഊതുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഹൃദയ ഞാനൊന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഹൃദയ കുറുങ്കുഴൽ വായിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആരാണ് ഹൃദയ എന്ന് പ്രേക്ഷകർ ഒന്ന് കാണും. അച്ഛൻ പൂരത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നെയും കൊണ്ടുപോകാറുണ്ട്. കുറങ്കുഴൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആൾ എന്നോട് ചോദിച്ചു പഠിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ചെന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 2 ആഴ്ചത്തോളം എക്സസൈസ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ കുറച്ചൊക്കെ സൗണ്ട് വന്നു തുടങ്ങി. സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ആശാൻ എന്നെ ചെറിയ ചെറിയ പൂരങ്ങൾക്കൊക്കെ വിടാൻ തുടങ്ങി. അപ്പോൾ ഒന്നും കൂടി ഇഷ്ടം തോന്നി പൂരത്തിനോട്. കാരണം ഇത്ര അടുത്ത് നിന്ന് കാണാലോ. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. പണ്ടൊക്കെ ടി വിയിൽ പൂരം കാണുമ്പോൾ അവരിങ്ങനെ അനൗൺസ് ചെയ്യില്ലോ, പുരുഷാരവം, പുരുഷ സാഗരം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കമന്ററി പറയുമ്പോൾ ഞാൻ വിചാരിക്കും അതെന്താ അവരങ്ങനെ പറയണേ. ഇപ്പൊ പെൺകുട്ടികളെ ആരും പൂരം കാണാൻ പോകാറില്ലേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കൂടുതൽ ആണുങ്ങളാണ് പൂരം കാണാൻ പോയിക്കൊണ്ടിരുന്നത്. പങ്കെടുത്തതും ആണുങ്ങളായിരിക്കും. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഈ മേഖലയിൽ നിന്നല്ല, എല്ലാ മേഖലയിലും പെൺകുട്ടികളും മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കുറുങ്കുഴൽ എന്താണെന്നും വിദ്യ എന്താണെന്നും വിദ്യ നാളെ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചും ഹൃദയ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഹൃദയയുടെ നാട് എവിടെയാണ്? എൻ്റെ വീട് താണിക്കുളം, അക്കരപ്പുറം എന്ന് പറയും. എങ്ങനെയാണ് ഈ കുറുങ്കുഴലിലേക്ക് വന്നതെന്നൊക്കെ ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടു. ഈ കുറുങ്കുഴൽ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? മറ്റേതെങ്കിലും വാദ്യത്തോട് കുട്ടിക്കാലത്ത് താല്പര്യമോ, കാണുമ്പോൾ അതെനിക്ക് വായിച്ചാൽ കൊള്ളാമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ചെറുപ്പത്തിൽ കുറച്ച് ഗിറ്റാർ പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ട്? പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാടിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനല്ലേ എബിനെ? അപ്പൊ നമ്മുടെ ക്യാമറയിൽ നിന്ന് എബിൻ പറഞ്ഞു പാടണമെന്ന്. വടക്കനാഥിന് മുന്നേ വന്നിട്ട് ഒരു പാട്ട് പാടാതെ പോയാൽ ശരിയാവോ ഏട്ടാ? തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് കുറുങ്കുഴൽ നമ്മൾ നാളെ കേൾക്കും രാവിലെ 9:30. ഇപ്പൊ നമ്മൾ ഹൃദയയുടെ ഒരു പാട്ട്. ഒരു പാട്ട് വരുന്നില്ല. പാട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ ആവും, പാട്ട് പെട്ടെന്ന് വരില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആലോചിക്കാൻ സമയം തരാം.